മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 27-28 വാക്യം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 verses 27 and 28. എന്റെ വാക്ക് ശ്രവിക്കും, നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ക്രൈസ്തവന് ശത്രുക്കൾ ഉണ്ടായിരിക്കാം. അവരെ പകയ്ക്കുകയോ ശപിക്കുകയോ ദുഷിക്കുന്നവരുമൊക്കെ കാണും. ചെകിട്ടത്തടിക്കുന്നവരും പുതപ്പെടുക്കുന്നവരും ഉണ്ടായിരിക്കും. അതേ രീതിയിൽ തന്നെ തിരിച്ചിടപെടുവാനും മടക്കി കൊടുക്കുവാനും സ്വാഭാവികമായി നമ്മൾ പരീക്ഷിക്കപ്പെടും. ശത്രുക്കളെ നമ്മാലാവോളം ഉപദ്രവിച്ചും വഹിക്കുന്നവരെ വെറുത്തും ശപിക്കുന്നവരെ പ്രാഗിയും ദുഷിക്കുന്നവർക്കെതിരായ ദൂഷ്യകഥകൾ പറഞ്ഞ് പരസ്യപ്പെടുത്തിയും പ്രതികാരം ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങിയേക്കാം. പക്ഷെ ജീവിതത്തെ സങ്കീർണമായി സമാധാനമില്ലാതാക്കുവാൻ മാത്രമേ അത് കാരണമാവുകയുള്ളൂ. കാരണം കൂടാതെ നമ്മോട് ക്രൂരമായി ഇടപെട്ടതും ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ആക്ഷേപിച്ചതും ശാപവാക്കുകൾ പറഞ്ഞതും മറക്കുവാൻ പ്രയാസമാണ്. നമ്മോട് ഇടപെടുന്നത് പോലെ തന്നെ നാം തിരിച്ചിടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം നശിച്ച് മറ്റുള്ളവരുടെ നിഴലായി നാം തരം താഴുകയായിരിക്കും. നാം അല്ലല്ലോ നമ്മുടെ പ്രവൃത്തിയെ അപ്പോൾ നിയന്ത്രിക്കുന്നത്. നാം പ്രതിപ്രവർത്തനം ചെയ്യുന്നവരാകാതെ സ്വന്തം ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകണം. കർത്താവ് പറയുന്നത് നമ്മെ ഉപദ്രവിച്ചവരോട് ക്ഷമിച്ചു മറക്കണമെന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഒരുപക്ഷെ ചില കഠിന ഹൃദയന്മാരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. അവരെ വെറുക്കുകയോ അവർക്ക് ദോഷം ആഗ്രഹിക്കുകയോ അരുത്. രാഷ്ട്രങ്ങൾ ക്ഷമിക്കുവാനും മറക്കുവാനും ശ്രമിക്കുന്ന കാലമാണ്. യുദ്ധമുണ്ടായാൽ അത് അവസാനിപ്പിച്ച് സന്ധിയിൽ വരുവാനും നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും രാഷ്ട്രങ്ങൾ തയ്യാറാകണം. ശത്രുവിനോട് ശത്രുത കാട്ടുന്നവൻ നിഴലാണ്, ശത്രുവിനെ കരുതുന്നവൻ വ്യക്തിത്വമുള്ളവനാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.